അനുഗ്രഹപ്പെട്ട ദിവസം അടിയുണ്ട്. നമുക്ക് ദൈവത്തിനായിരിക്കാൻ ദൈവം സഹായിച്ചതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. കുറച്ച് പേരെ ഉള്ളെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് സഹായിച്ചതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ചെറിയ ചിന്തയ്ക്കായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും പഠിച്ചുകൊണ്ടിരുന്ന ചില വിഷയങ്ങളാണ്. എന്താ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്? മത്തായി 7:21 അതാണ് റെഫറൻസ്. മാത്യു 7:21. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നത് ഏവനുമല്ല സുഖസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാതെ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നത്. അപ്പോൾ സ്വർഗരാജ്യമാണ് നമ്മുടെ വിഷയം. കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് മാത്യു 7:21. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല സുഖസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാതെ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നത്. അതാണ് നമ്മുടെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. അപ്പോൾ ഇതിന് ആധാരമായിട്ട് ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ലൂക്കോസ് 2:49-50 ദൈവത്തിൻ്റെ ഇഷ്ടം. ലൂക്ക് 2:49-50. അവനവരോട് എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതിന് നിങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞു. അവൻ അവരോട് എന്നെ തിരഞ്ഞ എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞു. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് ഗ്രഹിച്ചില്ല. അപ്പോൾ അവർ യെരൂശലേം ദേവാലയത്തിൽ നിന്നും മടങ്ങി വന്നപ്പോൾ യേശുവിനെ മിസ്സിങ് ആയപ്പോൾ അവൻ്റെ അമ്മയപ്പന്മാർ തിരഞ്ഞെന്നപ്പോൾ അമ്മയപ്പന്മാരോട് പറഞ്ഞ വാക്കാണത്. അതായത് യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം, പിതാവിൻ്റെ ഇഷ്ടം എങ്ങനെയും ഭൂമിയിൽ പ്രാവർത്തികമാക്കുക, എങ്ങനെയും നിവർത്തിക്കുക എന്നുള്ളതായിരുന്നു. ഇതായിരുന്നു യേശുവിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്. സെയിം തിങ് ആണ് നമ്മുടെ അടുത്തും പറഞ്ഞത് യേശു ക്രിസ്തു. പിതാവേ പിതാവേ നിങ്ങൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് നമ്മൾ പഠിച്ചായിരുന്നു. ഗലേഷ്യൻസിൽ എങ്ങനെ ജീവിച്ചാൽ, എങ്ങനെ നമ്മൾ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോയാൽ ഈ ദൈവരാജ്യത്തിന് അവകാശങ്ങളായി തീരാം എന്നൊക്കെയും നമ്മൾ പഠിച്ചായിരുന്നു. നമുക്കറിയാവുന്ന ഒരേ ഒരു കാര്യം, വിശ്വസിച്ചാൽ നിങ്ങൾ മഹത്വം കാണും, വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും, വിശ്വസിച്ചാൽ സ്വർഗ്ഗത്തിൽ പോകാം എന്നൊക്കെയാണ് നമ്മുടെ ചിന്താഗതികൾ. പക്ഷേ വിശ്വാസം എന്ന് പറയുന്നത് ഈ സ്വർഗരാജ്യ പ്രവേശനത്തിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് മാത്രമാണെന്നറിയാം. അത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലാണ് അതിൻ്റെ ദൈവരാജ്യത്തിൻ്റെ ദൈവരാജ്യം പ്രവേശിക്കുന്നതിൻ്റെ അതിൻ്റെ മർമ്മം ഇരിക്കുന്നത്. 2-ാം അധ്യായത്തിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ജയിക്കുന്നവന് 2-ാം മരണത്തിന് അവകാശമാക്കി, ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരില്ല. 2:11. ഈ റെവലേഷനിൽ ഒരുപാട് സ്ഥലത്ത് എഴുതിയിട്ടുണ്ട് ജയിക്കുന്നവന്. റെവലേഷൻ 2:1 ഉണ്ട്. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുന്നത് അല്ലെങ്കിൽ നടക്കുന്ന പ്രവൃത്തിയും സഹിച്ചുകൂടെ ആവശ്യം. റെവലേഷൻ 2:7 ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പരദീസയിൽ ഉള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ഈ റെവലേഷൻ 2 നമ്മൾ പല സ്ഥലത്തും കാണാൻ പറ്റും. ജയിക്കുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശനമുള്ളതെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ വായിച്ച വാക്യം ഇതെവിടാണെന്ന് നമ്മൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? പരദീസയിൽ ഉള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ഏദൻ തോട്ടത്തിൽ നമ്മളെ ആദമിനെ ആക്കിയപ്പോഴൊരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞിട്ട് ആ ഒരു വൃക്ഷമാണ് ഇത്, ജീവവൃക്ഷത്തിൻ്റെ ഫലം. ആ ഫലത്തിൻ്റെ കുറിച്ചാണ് അവിടെ പറയാം. അത് ഉൽപ്പത്തിയിൽ പറഞ്ഞിട്ട് നെക്സ്റ്റ് റെഫറൻസ് വന്നിരിക്കുന്ന റെവലേഷനിലാണ്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുക മാത്രം ചെയ്താൽ പോരാ, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്താൽ മാത്രം പോരാ. ജയിക്കുന്നവന് ഈ ക്രിസ്തീയ ജീവിതം ജയകരമായി നയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവവൃക്ഷത്തിൻ്റെ ഫലം, സ്വർഗരാജ്യത്തിൽ പ്രവേശനം സാധിക്കുകയുള്ളൂ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വായിച്ച കുറിവാക്യം എന്ന് പറയുന്നത് ലൂക്കോസ് 14:24. ലൂക്ക് 14:24 ആണ് ഇന്നത്തെ ഒരു നമുക്ക് ചിന്തയ്ക്ക് ആധാരമായിട്ട്. ലൂക്കോസ് 14 കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ആ ക്ഷണിച്ച പുരുഷന്മാർ ആരും എൻ്റെ അത്താഴം ആസ്വദിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കല്യാണ വിരുന്നിനെ, വലിയൊരു ബാങ്കറ്റ് കല്യാണ വിരുന്നിനെ കുറിച്ചാണ് ലൂക്ക് 14 നമുക്ക് കാണാൻ പറ്റും. വലിയൊരു വിരുന്നിനെ കുറിച്ച്.
അതിന് ആധാരമായിട്ട് യേശുക്രിസ്തു 14 ആദ്യം വായിക്കുമ്പോൾ പരീശ പ്രമാണികളിൽ ഒരുത്തൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണം കഴിക്കാൻ ശബത്തിൽ ചെന്നപ്പോൾ അവർ അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഈ പരീശ പ്രമാണികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ ഈ ഉപദേശങ്ങളെ കേട്ടപ്പോഴത്തേക്ക് അവർക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു അവിടെ. കാര്യം ഈ പരീശ പ്രമാണികളായിരുന്നു ഈ ജ്യൂസിൻ്റെ ഇടയിൽ അവരെ ഭരിച്ചുകൊണ്ടിരുന്നതും അവരുടെ സകല കാര്യങ്ങളും ഇവർ പറയുന്നത് ഈ പരീശ പ്രമാണികൾ ചെയ്യുന്ന പോലെ ആയിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ ഇടയ്ക്ക് ഒരു പുതിയൊരു ഉപദേശം വന്നപ്പോൾ, ഈ സത്യോപദേശം വന്നപ്പോൾ അവർക്ക് വലിയ കൺഫ്യൂസ്ഡ്. അങ്ങനെ അവർ എവിടെ ചെന്നാലും യേശുക്രിസ്തുവിനെ ഈ ഉപദേശങ്ങൾ കൊടുക്കുക, യേശുക്രിസ്തുവിനെ താഴ്ത്തി കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടാണ് ഈ ന്യായശാസ്ത്രിമാരും പരീശന്മാരും എപ്പോഴും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടെ വലിയ വയറുള്ള മഹോദരമുള്ള മനുഷ്യൻ അവരുടെ മുമ്പിലുണ്ടായിരുന്നു. യേശു ശാസ്ത്രിമാരോടും പരീശന്മാരോടും ശബത്തിൽ ഇത് സൗഖ്യമാക്കുന്ന വിഹിതമോ അല്ലയോ എന്നൊക്കെ ചോദിച്ച് നമുക്കറിയാം, ആ കഥ നമുക്കറിയാം. അന്നേരം യേശു ക്രിസ്തുവിന് മനസ്സിലായി ഇവരുടെ വാക്കുകൾ കൊടുക്കുവാനായിട്ടാണ് അവരെ ചോദിച്ചെന്നറിയെങ്കിൽ യേശു ആ മനുഷ്യനെ സൗഖ്യമാക്കി പറഞ്ഞു വിട്ടു. അന്നേരം യേശു അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിൽ ഒരുത്തൻ്റെ മകനോ 14:5 ലൂക്ക് 14:5 പിന്നെ അവൻ അവരോട്, നിങ്ങളുടെ വീട്ടിൽ ഒരുത്തൻ്റെ മകനോ കാളയോ ശബ്ദനാൾ കിണറ്റിൽ വീണാൽ ക്ഷണത്തിൽ വലിച്ചെടുക്കുകയില്ല. അതായത് അവരുടെ സ്വന്തം കാര്യം വരുമ്പോൾ, ഇപ്പോൾ അന്യൻ്റെ കാര്യമായപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും യേശു ക്രിസ്തുവിനെ കൊടുക്കുവാനായിട്ട് ശ്രമിച്ചു. അതായത് വല്ലവരുടെ കാര്യമില്ല, അവർക്ക് രോഗം സൗഖ്യമായാലും അവർക്കെന്തോ. പക്ഷേ അതുകൊണ്ടാണ് യേശു ക്രിസ്തു അവരുടെ ഹൃദയവിചാരം അറിഞ്ഞിട്ടാണ് ചോദിച്ചത്, എൻ്റെ സ്വന്തം വീട്ടിൽ മകളോ മകനോ ആരെങ്കിലും കിണറ്റിൽ വീണ ക്ഷണത്തിൽ നമ്മൾ ഒരു ശബ്ദം നോക്കത്തില്ല, പോയി എടുക്കുകയില്ല എന്ന് ഉത്തരം പറഞ്ഞായിട്ട് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പരീശന്മാരുടെ ആ ഒരു ഹിപ്പോക്രസി, അതായത് ആ ഹിപ്പോക്രസിയെ ഒന്ന് ശാസിക്കുവാനായിട്ടാണ് യേശു ക്രിസ്തു ശ്രമിച്ചത്. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ മെസ്സേജ് എന്ന് വെച്ചാൽ, ഹിപ്പോക്രൈറ്റ്സ് വിൽ നോട്ട് എൻ്റർ ഇൻ ദി കിങ്ഡം ഓഫ് ഗോഡ്. ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. യേശു അവരുടെ പറഞ്ഞു, ഒരുത്തൻ കല്യാണത്തിന് വിളിച്ചാൽ മുഖ്യാസനത്തിൽ ഇരിക്കരുത്, നിന്നിൻ്റെ മാനമേറിയവനെ അവൻ വിളിച്ചിരിക്കാം. അതിൻ്റെ താഴോട്ട് വരുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കും, പിന്നെ അവനെ ക്ഷണിച്ചവൻ വന്ന് അവൻ ഇടം കൊടുക്കുക എന്ന് പറയുമ്പോൾ, നീ നാണത്തോടെ ഒടുക്കത്തെ സ്ഥലത്ത് പോയി ഇരിക്കേണ്ടി വരും. നിന്നെ വിളിച്ചാൽ ചെന്ന് ഒടുക്കത്തെ സ്ഥലത്ത് ഇരിക്കുക. നിന്നെ ക്ഷണിച്ചവൻ വരുമ്പോൾ നിന്നോട് സ്നേഹിത മുമ്പോട്ട് വന്നിരിക്കുക എന്ന് പറയുവാൻ ഇടവരട്ടെ. ഇപ്പോൾ പന്തിലിരിക്കുന്നവരുടെ മുമ്പിൽ നിനക്ക് മാനം ഉണ്ടാകുന്നു. എന്നാൽ യേശു ആദ്യത്തെ ഒരു സംഭവം ഈ ഹിപ്പോക്രൈസിനെ ഒന്ന് കുടുക്കി. ഹിപ്പോക്രൈസ് വിൽ നോട്ട് എൻ്റർ ഇൻ ദി കിങ്ഡം ഓഫ് ഗോഡ്. എന്നാൽ അതാണ് ആ ഹിപ്പോക്രൈസിനെ കുറിച്ച് യേശു ക്രിസ്തു അവിടെ തന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത്. അടുത്ത ഈ മെസ്സേജ് എന്ന് പറയുന്നത്, ഒരു കല്യാണ വിരുന്നിന് നമ്മൾ ക്ഷണിക്കപ്പെട്ടവർ വലിയ പ്രമാണിമാർ ആൾക്കാരൊക്കെ വന്ന് ഏറ്റവും മുന്നിലേക്ക് ഇരുന്ന് പ്രശ്നമുണ്ടാക്കും. അന്നേരം അതാണ് യേശു ക്രിസ്തു അതിൻ്റെ ഹൃദയവിചാരങ്ങളെ, അവരുടെ ആ ഒരു പ്രൈഡ്, അവരുടെ അഹങ്കാരമുള്ള ആ ഒരു ചിന്ത, ആ ഗർവമുള്ള ചിന്ത അറിഞ്ഞിട്ടാണ് യേശു ക്രിസ്തു അടുത്ത ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുന്നത്. ഈ കല്യാണ വിരുന്നിന് നമ്മൾ വിളിച്ചാൽ, നമ്മൾ വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് എങ്കിൽ പോലും ക്ഷണിക്കപ്പെട്ടവൻ വന്ന് നമ്മളെ ഇരുത്തേണ്ട അടുത്ത് ഇരുത്തും. അതായത് വലിയ വലിയ മീറ്റിങ്ങുകളിൽ നമുക്കറിയാം, ഓരോരുത്തർ ഇരിക്കേണ്ട സ്ഥലത്ത് വിഐപികളിൽ അതിൻ്റെ പേരെഴുതി തന്നെ വെച്ചിട്ടുണ്ട്. കാര്യം അവിടെ വേറെ ആരും ഒക്കുപേ ചെയ്യാതിരിക്കാനും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് വലിയ ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങുകൾ, വലിയ മീറ്റിങ്ങുകളിലൊക്കെ അവർക്ക് പേരെഴുതി ആൾക്കാരെ വെച്ചാണ് ഇരിക്കുന്നത്. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ക്ഷണിച്ചവൻ വരുമ്പോൾ നിന്നോട് സ്നേഹിത മുമ്പോട്ട് വന്നിരിക്കുക എന്ന് പറയുമ്പോൾ ഇടവരട്ടെ. അപ്പോൾ അത് ആ 14ാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയാണ്, ലൂക്ക് 14:11 ആസ്പദമാക്കിയാണ് യേശു ക്രിസ്തു രണ്ടാമത്തെ ഒരു അവരുടെ ഹൃദയവിചാരത്തെക്കുറിച്ച് പറഞ്ഞത്. അഹങ്കാരമുള്ള ചിന്താഗതി, പ്രൈഡ് വിൽ നോട്ട് എൻ്റർ ഇൻ ദി കിങ്ഡം ഓഫ് ഗോഡ്. രണ്ടാമത്തെ മെസ്സേജാണ് ദൈവം നടത്തുന്നത്. തന്നെത്താൻ ഉയർത്തുന്നതെല്ലാം താഴ്ത്തപ്പെടും. ലൂക്ക് 14:11 For whosoever exalts himself shall be abased, and he that humbles himself shall be exalted. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നതെല്ലാം ഉയർത്തപ്പെടും. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ രണ്ടാമത്തെ ഒരു പ്രത്യേകതയാണ് അവിടെ യേശു ക്രിസ്തു ഈ 14 കാണുന്നത്. അതായത് അതിൻ്റെ മനോഹരത എന്ന് വെച്ചാൽ, ഈ ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ വളരെ ഫിലോസോഫിക്കലാണെന്ന് കാണുവാനായിട്ട് പറ്റും. കാരണം ലൂക്കോസ് കുറേ വിദ്യാഭ്യാസമുള്ളൊരു ഡോക്ടറായിരുന്നല്ലോ. അന്നേരം കുറച്ചുകൂടെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെയും എഴുതുവാനും
നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനും ലൂക്കോസിന് ഈ ഉദാഹരണം ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകതയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം ലൂക്കോസ് പത്രോസിൻ്റെ കൂടെ കുറച്ച് നാൾ നടന്ന് പത്രോസിന് സകല കാര്യങ്ങളും പഠിക്കുകയും നല്ല ഒരു വചനഗ്രാഹ്യവും നല്ല രീതിയിലുള്ള ഫിലോസഫിയാണ് ലൂക്കോസ് ഇതിൽ കൂടെ പ്രകടമാക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ടാമത് യേശുക്രിസ്തു ഈ അവരുടെ ഹൃദയവിചാരം അറിഞ്ഞിട്ട് രണ്ടാമത് പറയുന്നതാണ് തന്നെത്താൻ ഉയർന്നതെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നതെല്ലാം ഉയർത്തപ്പെടും. അപ്പോൾ സ്വർഗരാജ്യ പ്രവേശനത്തിലുള്ള രണ്ടാമത്തെ ഒരു ടിപ്പാണ് യേശുക്രിസ്തു ഇവരുടെ അടുത്ത് പറഞ്ഞത്. ഇത് ഈ ന്യായശാസ്ത്രന്മാർക്കും പരീക്ഷന്മാർക്കും എല്ലാം ഇത് നന്നായിട്ട് അറിയാം. സാധാ ജനങ്ങൾക്ക് മാത്രമേ ഇത് മനസ്സിലാകാതുള്ളൂ. അന്നേരം അവരിതെല്ലാം കേട്ട് വളരെ ശാന്തമായിട്ടിരിക്കണം. അതിനെ വാക്ക് ഒരു കാരണവശാലും പിടിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് ശാസ്ത്രിമാരും അവരുടെ പരീക്ഷ പ്രമാണികളുടെ വീട്ടിൽ നിന്നാണ് ഈ രണ്ട് ഉദാഹരണങ്ങൾ പറയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ താഴോട്ട് പോകുമ്പോൾ വലിയൊരു ബാങ്കറ്റിനെ കുറിച്ച്, ഒരു അത്താഴ വിരുന്നിനെ കുറിച്ചാണ് പിന്നീട് താഴോട്ട് നമുക്ക് പറയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ താഴോട്ട് വരുമ്പോൾ തന്നെ ക്ഷണിച്ചവനാണ് പറഞ്ഞത്, നീ ഒരു അത്താഴം കഴിക്കുമ്പോൾ സ്നേഹിതരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള ആൾക്കാരെയും വിളിക്കരുത്. അവർ നിന്നെ അത്താഴം അങ്ങോട്ടും വിളിച്ച് നിനക്ക് പ്രത്യുപകാരം ചെയ്യും. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നൊരു കാര്യം അതാണ്. നമ്മൾ വേണ്ടപ്പെട്ടവരെയും ബന്ധുക്കളെയൊക്കെ വിളിച്ച് സന്തോഷിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുവാനായിട്ട് സാധിക്കും. ഇതെല്ലാം നമ്മുടെ കിങ്ഡം ഓഫ് രാജ്യത്തിന് എതിരാണ്. ദൈവരാജ്യത്തിന് എതിരായിട്ടുള്ള ചിന്താഗതികളാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കർത്താവ് ഉമ്മകളിലൂടെ നമ്മളെ ബോധവൽക്കരിക്കാൻ, നമ്മളെ ഒന്നുകൂടെ അതിൻ്റെ ആ ദൈവരാജ്യത്തിൻ്റെ ആ ഒരു മർമ്മം മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടമെന്ന് വെച്ചാൽ നമ്മൾ പ്രാപ്തിയില്ലാത്തവരെ നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനർ, മുടന്തർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കുക. അതായത് തിരിച്ചു തരുവാൻ പ്രാപ്തിയില്ലാത്തവർ, അശരണര്, അംഗഹീനര്, ദരിദ്രന്മാർ, ഇവരെയൊക്കെ വിളിച്ചു വേണം നമ്മൾ കരുതണം. ഇവരെയൊക്കെയാണ് നമ്മൾ കരുതി നമ്മുടെ സ്നേഹം, ദൈവരാജ്യത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് കർത്താവ് ആ ഉമ്മയിൽ കൂടെ അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് യഹൂദന്മാർക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ ആ ഒരു രക്ഷ അവർ അംഗീകരിക്കാതെ വന്നപ്പോൾ, അപ്പോൾ നമുക്ക് ആ ഒരു അവസരം ലഭിക്കുവാനായിട്ട് ഇടയായത് ഇങ്ങനെയുള്ള കാര്യത്തിൽ കൂടെയാണ്. യഹൂദന്മാർ യേശുക്രിസ്തുവിനെ നിന്ദിച്ചപ്പോൾ ഈ ദൈവവചനത്തിൽ ദരിദ്രരായിരുന്നവർ, ദൈവവചനം അറിയാതിരുന്ന ആൾക്കാർ, ദൈവവചനത്തിൽ കുരുടരായിരുന്നവരൊക്കെയും വിളിച്ച് ദൈവം അത്താഴം പിരിന്ന് കൊടുക്കുന്നതായിട്ട് നമുക്ക് യുവമയിൽപ്പെട്ട് താഴോട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവ് വളരെ ഈ നല്ല ഒരു നോളജുള്ള ഒരു പാസേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാര്യം അവിടെ ഇരിക്കുന്ന ആൾക്കാർ ചെറിയ ആൾക്കാരല്ല, ന്യായശാസ്ത്രിമാർ, പരീക്ഷന്മാരൊക്കെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് നല്ല ആഴമുള്ള ഈ ഗ്രാഹ്യമുള്ള കാര്യം പറഞ്ഞത്. എന്നാൽ നീ ഭാഗ്യവാനാകും, നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും. അപ്പോൾ നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത് പുനരുത്ഥാനത്തിലാണ്. കർത്താവ് ഇതെല്ലാം കുറിച്ച് വെച്ചേക്കും. ഇങ്ങനെയുള്ള നമ്മുടെ ദരിദ്രന്മാരെ സഹായിച്ചതും മറ്റുള്ളവരെ കരുതിയതും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും അവരെ താങ്ങിയതും നമുക്ക് താൽക്കാലികമായിട്ട് അവരിൽ നിന്ന് പ്രതിഫലമോ അവർക്ക് നമുക്ക് സഹായിക്കാൻ കഴിയാതെ വരുമോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും. അവർ താങ്ക്സ് പോലും പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ വേറെ അവസരത്തിൽ അവർക്ക് നമുക്ക് പ്രയോജനപ്പെടുമല്ലോ എന്നൊക്കെ കരുതിയാണ് നമ്മൾ പലപ്പോഴും പലർക്കും വേണ്ടി സഹായം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നാൽ കർത്താവോട് പറഞ്ഞിരിക്കുന്നത് പ്രതിഫലേച്ഛ കൂടാതെ മറ്റുള്ളവരെ സഹായിക്കുകയും പ്രതിഫലേച്ഛ കൂടാതെ മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ സ്വർഗരാജ്യത്തിന് അവകാശമുള്ളാവൂ എന്നുള്ളതാണ് കർത്താവ് ഈ ഉമ്മയിൽ കൂടെ നമ്മൾ പറഞ്ഞത്. ദൈവരാജ്യത്തിൽ കടക്കുന്നതിനുള്ള അടുത്തൊരു ടിപ്പാണ്, ഒരു ഷോർട്ട് കട്ടാണ് കർത്താവോടെ പറഞ്ഞിരിക്കുന്നത്. ജനറോസിറ്റി ഈസ് ദി വെർച്യൂ ഓഫ് കിങ്ഡം ഓഫ് ഗോഡ്. നമ്മൾ മറ്റുള്ളവരടുത്ത് ഹൃദയവിശാലതയോടെ മറ്റുള്ളവർ പ്രതിഫലം തന്നില്ലെങ്കിലും നമ്മൾ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ അവിടെ ശ്രമിക്കണം. അതാണ് കർത്താവ് ഈ മൂന്നാമത്തെ പോയിന്റിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യുപകാരം ചെയ്യുവാൻ കഴിയില്ലാതെ ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഇതെന്നൊക്കെ പറയുന്നത് നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡിലും നമ്മുടെ ഇഷ്ടപ്രകാരം നിൽക്കുന്നവരൊക്കെ ആയിരിക്കും. പക്ഷേ കർത്താവ് നോക്കുന്നത് ദരിദ്രന്മാരെയും അംഗഹീനരെയും മുടന്തരെയും കുടന്മാരെയും ഒക്കെയാണ് കർത്താവ് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അവരും ഈ ദൈവത്തെ അറിയുവാനും ഇനി തിരിയേണ്ട അവകാശങ്ങളെ തീരുവാനും ഒക്കെ ഈ കർത്താവ് ആഗ്രഹിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പിന്നീട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കൂടെ പന്തിരിക്കുമ്പോൾ ഒരുത്തൻ ഇത് കേട്ടിട്ട് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവരോട് പറഞ്ഞു. യേശു അതാണ് താഴോട്ടാണ് ഒരു വലിയൊരു അത്താഴവേദനയെ കുറിച്ച് പറയുന്നത്. പിന്നെ അപ്പോൾ അവരുടെ ഹൃദയവികാരങ്ങളൊക്കെ അറിഞ്ഞിട്ട്
കർത്താവ് 16-ാമത്തെ വാക്യം തൊട്ട് താഴോട്ട് അവൻ അവരോട് യേശു പറഞ്ഞു, വലിയ മനുഷ്യൻ ഒരു അത്താഴ വിരുന്ന് ഒരുക്കി പലരെയും ക്ഷണിച്ചു. ലൂക്കോസ് 14:16 അത്താഴ സമയത്ത് അവൻ തന്റെ ദാസനെ അയച്ച ക്ഷണിച്ചവരോടെല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ എന്ന് പറയിച്ചു. എന്നാൽ എല്ലാവരും ഒരുപോലെ ഒഴിവൊഴിവ് പറഞ്ഞു തുടങ്ങി. ഒന്നാമത്തവൻ അവനോട് 14:18 തൊട്ട് താഴോട്ട് വായിക്കാം. അവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാവരും ഒരുപോലെ ഒഴിവൊഴിവ് പറഞ്ഞു തുടങ്ങി. ഒന്നാമത്തവൻ അവനോട്, ഞാൻ ഒരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടതിന് ആവശ്യം ഉണ്ട്, എന്നോട് ക്ഷമിച്ചു കൊള്ളണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്, അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു, എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. വേറൊരുത്തൻ, ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു. ദാസൻ മടങ്ങി വന്ന് യജമാനോട് അറിയിച്ചു. അപ്പോൾ വീട്ടുടയവൻ കോപിച്ച് ദാസനോട്, നീ വേഗം പട്ടണത്തിലെ വീതികളിലും ഇടത്തെരുക്കളിലും ചെന്ന ദരിദ്രന്മാർ, അംഗഹീനന്മാർ, കുരുടന്മാർ, മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ പാസേജിൽ പറഞ്ഞിരിക്കുന്ന ക്ഷണിക്കപ്പെട്ട ആ അത്താഴം ഒരുക്കി ക്ഷണിക്കപ്പെട്ടവരാരും വന്നില്ല. ക്ഷണിക്കപ്പെട്ടവർ വരാതിരുന്നപ്പോൾ ദൈവം ചെയ്തൊരു കാര്യം എന്താണ്? അവൻ്റെ ദാസന്മാരെ വിട്ട് വഴിയരികെ നിൽക്കുന്ന ആൾക്കാരെ വിളിച്ചുകൊണ്ട് വരികയും അവരുടെ കൂടെ അത്താഴം കഴിക്കുകയും ചെയ്തു. അതായത് ഇസ്രായേൽ മക്കളെ വേണ്ടി ദൈവം ഒരുക്കിയ ഈ അത്താഴം, ഈ ദേവരാജ്യത്തിൻ്റെ അവകാശം അവരെ ഒരിക്കലും അംഗീകരിച്ചില്ല. ജൂസ് ഒരിക്കലും നെവർ അക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദേ നെവർ അക്സെപ്റ്റ് ഗോഡ്സ് പ്ലാൻ ടു ഇൻ ദി കിങ്ഡം ഓഫ് ഗോഡ്. സോ അപ്പോൾ ഈ യജമാൻ എന്തോ ദാസന്മാരെ പെരുവഴികളിൽ വിട്ട് വേദിക്കരിയൊക്കെയും പോയി എൻ്റെ വീട് നിറയേണ്ടതിനെ കണ്ടവരെ അകത്ത് വരുവാൻ നിർബന്ധിച്ചു. അപ്പോൾ അത് പറയുന്നത് നമുക്ക് കിട്ടിയ രക്ഷയുടെ ആ ഒരു മാർഗമാണ്. ഈ രക്ഷ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ഒരുക്കിയെങ്കിലും, ജൂസിന് വേണ്ടി ഒരുക്കിയെങ്കിലും അവർ കർത്താവിനെ അംഗീകരിക്കുകയോ കർത്താവിനെ അതിൻ്റെ ഉപദേശം കേൾക്കുകയോ ദൈവത്തിൻ്റെ തിരുവഴികൾ കേൾക്കുകയോ ഒന്നും ചെയ്യാതെ അംഗീകരിക്കാതെ വന്നപ്പോൾ നമുക്ക് ആ രക്ഷ പ്രാപിക്കുവാനായിട്ട് ജാതികളായിരുന്ന നമ്മളെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കർത്താവ് ആ ബാങ്കസിനെ ക്ഷണിക്കുവാനായിട്ട്, അതാണ് നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്നുള്ളത്. എവരി വൺ ഈസ് ഇൻവൈറ്റഡ് ടു ദി കിങ്ഡം ഓഫ് ഗോഡ്. അപ്പോൾ മറ്റുള്ള ആൾക്കാർ, തിരഞ്ഞെടുക്കപ്പെട്ട ക്ഷണിക്കപ്പെട്ടവർ വരാതിരുന്നത് കൊണ്ട് മറ്റുള്ള ആൾക്കാരെ ഈ അത്താഴ വിരുന്നിന് ക്ഷണിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുക. കിങ്ഡം ഓഫ് ഗോഡിൻ്റെ പ്രത്യേകതയാണ്. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇവിടെ വലിയ നാടകം കളിച്ച്, വലിയ അച്ഛൻ കളിച്ച്, അല്ലെങ്കിൽ വലിയ പാസ്റ്റർ കളിച്ച് അങ്ങനെ നിൽക്കുന്നവരല്ല ദൈവരാജ്യത്തിൽ കാണുന്നത്. നമ്മുടെ എക്സ്പെക്ടേഷൻ അങ്ങനല്ല. ഇവിടെ ദൈവം ആശ്രിതനായിട്ടിരിക്കുന്നവർ, ദൈവരാജ്യം ഈ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെടാൻ അർഹതയില്ലാതെ, വസ്ത്രങ്ങളില്ലാതെ, ക്വാളിഫിക്കേഷൻ ഇല്ലാതെ, ഈ യജമാനൻ്റെ വീട്ടിൽ വരുവാൻ പ്രാപ്തിയില്ലാതെ ഇരിക്കുന്നതൊക്കെ ആൾക്കാരെയൊക്കെ ആയിരിക്കും ദൈവരാജ്യത്തിന് ദൈവം അവസാനം അവകാശികളാക്കുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. ദൈവരാജ്യത്തിൻ്റെ വേറൊരു പ്രത്യേകതയാണ് അവിടെ യേശു ക്രിസ്തു ഈ പാസേജിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ നമ്മൾ കണ്ടു, ക്ഷണിക്കപ്പെട്ടവരാരും വന്നില്ല. ക്ഷണിക്കപ്പെട്ടവരൊക്കെ അവരുടെ ഭൗതിക കാര്യങ്ങളിൽ മുഴുകി. മൂന്ന് എക്സാമ്പിളാണ് അവിടെ പറയുന്നത്. 3 കാറ്റഗറിയിലുള്ള ആൾക്കാരെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യജമാനെ കൽപ്പിച്ചിരിക്കുന്നു, ഇനി എനിക്ക് സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. യജമാനോട് നീ പെരുവഴി പോയി ആസ്വദിക്കില്ലെന്ന് പറയുന്നു. 3 കാര്യങ്ങളവിടെ പറഞ്ഞ നമ്മൾ ഓർമ്മയുണ്ടല്ലോ. ഒരുപോലെ ഒഴിവഴി പറഞ്ഞു. ഒന്നാമത്തെ അവനോട്, ഞാൻ ഒരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടതിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞു, എന്നോട് ക്ഷമിച്ചു കൊള്ളണമെന്ന് പറഞ്ഞു ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്, അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു, എന്നോട് ക്ഷമിച്ചു കൊള്ളണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. വേറൊരുത്തൻ, ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഭൗതികമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഒരാൾ വയലിൽ പോകുന്നു, ഒരാൾ വേല ചെയ്യാൻ പോകുന്നു, ഒരു വിവാഹത്തിന് പോകുന്നു. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, നമ്മുടെ സുഖസൗകര്യങ്ങൾ കൂടുമ്പോൾ, നമ്മുടെ സെറ്റിൽമെൻറ്റ്, നമ്മുടെ ആ ഫോക്കസൊക്കെ മാറുമ്പോൾ നമ്മൾ ഈ ലോകത്തോട് ഇഴുകി ചേർന്ന് ജീവിക്കും. ഇതെല്ലാം ആവശ്യമുള്ള കാര്യമാണ്. പക്ഷേ ഈ കർത്താവിൻ്റെ ഒരു മീറ്റിങ്ങിന് പോകാനോ, ഒരു സഭാരാധനയ്ക്ക് പോകാനോ, ഒരു കൂട്ടായ്മയ്ക്ക് പോകാനോ, ദൈവരാജ്യത്തിൻ്റെ പണിക്ക് വേണ്ടി ഒരു സുവിശേഷം അറിയിക്കാൻ പോകാനോ ഒന്നും ആൾക്കാർക്ക് താല്പര്യമില്ല, സമയമില്ല. കാരണം നമ്മൾ അതുപോലെ തിരക്കാണ്. നമ്മുടെ ഭൗതിക കാര്യങ്ങളിൽ വി ആർ ഓൾവേസ് എൻഗേജ്ഡ് വിത്ത് അവർ എർത്തലി തിങ്സ്. സോ വി ഡോണ്ട് ഹാവ് ടൈം ടു go for God's work. Kingdom of God in the working വേണ്ടി പോകാൻ nobody is available because we are already involved in the godly thing, in earthly things.
സോ ഇതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ നടന്നാലും നമുക്ക് ദൈവരാജ്യത്തിന് ആവശ്യങ്ങളാക്കുവാൻ പറ്റുകയില്ല. ഈ കിങ്ഡം ഓഫ് ഗോഡിന് നമ്മൾ അവകാശം കിട്ടുകയില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കും. റിജക്ഷൻ മീൻസ് ഇൻവിറ്റേഷൻ ഗോസ് ടു അതേഴ്സ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി കരുതിയിരുന്നവർ, ആ അത്താഴത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടവർ വരാതിരുന്നുകൊണ്ട് റിജക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ, നമ്മളെപ്പോലുള്ള ജാതികളെ കർത്താവിൻ്റെ വിരുന്നിന് കൂട്ടിച്ചേർക്കുന്നതായിട്ട് കാണുക. അതാണ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദൈവരാജ്യം ദൈവത്തിൻ്റെ വലിയ ഹൃദയത്തിന് വലിയൊരു ഒരു പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റിൽ ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതാണ് ഈ ഉമ്മയിൽ കൂടെ കർത്താവ് ചെയ്യുന്നതായിട്ട് കാണുവാൻ. നമ്മൾ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ ഒക്കെ മുഴുകി ഇഴുകി നമ്മൾ യാതൊരു സമയവും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും എല്ലാം നമ്മുടെ ഒരു ദിവസം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം. നമ്മൾ ഫോൺ വിളിക്കുന്നു, എത്രയോ മണിക്കൂറാണ്. ഇപ്പോൾ ഫോൺ വിളിക്കുക ഫ്രീ ആണ്. നമ്മൾ വീട്ടിൽ വിളിക്കുന്നു, നാട്ടിൽ വിളിക്കുന്നു, കൂട്ടുകാരെ വിളിക്കുന്നു, എല്ലാവരെയും വിളിക്കുന്നു. ദിവസം ഏറ്റവും കുറഞ്ഞ 1 മണിക്കൂറെങ്കിലും ഫോണിൽ സ്പെൻഡ് ചെയ്യാത്ത ആരുമില്ല. എല്ലാം നമ്മൾ ഭൗതിക കാര്യങ്ങളാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു സഹോദരനെ വിളിച്ച് ഒരു സുവിശേഷം പറയുവാനോ ഒരു ദൈവവചനം പറയുവാനോ ഒന്നും നമ്മൾ സമയം ഇന്നോട് ആരും നമ്മൾ അതിന് വേണ്ടി ഒരു പ്രൈസ് ലോഡ്, ചിലപ്പോൾ ചിലരെ വിളിച്ചാൽ ഒരു പ്രൈസ് ലോഡ് മാത്രം പറയും. അല്ലാതെ നമുക്ക് യാതൊരു സുവിശേഷം പറയുവാനോ, ഈ ഫോൺ ഫ്രീ ഉണ്ട്, ഇൻ്റർനെറ്റ് ഫ്രീ ഉണ്ട്, ഇതെല്ലാം ഫ്രീ ഉണ്ടെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ കർത്താവ് കാണുന്നത്. അപ്പോൾ ഈ അത്താഴത്തിന് അന്നേരം കർത്താവ് ഇത് കേട്ടിട്ടില്ലാത്തവരെ ദൈവവചനം കേൾപ്പിച്ച് ആ ദൈവരാജ്യത്തിൽ കൊണ്ടുവരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ 26-ാമത്തെ വാക്യത്തിൽ, ആ ക്ഷണിച്ച പുരുഷന്മാരാരും ആസ്വദിക്കലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആ ക്ഷണം എപ്പോഴാണ് കിട്ടിയത്? ഈ ക്ഷണം എപ്പോഴാണ് കിട്ടിയത്? ഉദാഹരണം, കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ സ്നാനപ്പെട്ട് ഈ ദൈവരാജ്യത്തിൽ കടന്നു വന്നെങ്കിലും, സ്നാനപ്പെട്ട് നമ്മൾ ദൈവസഭയിൽ ചേർന്നെങ്കിലും, നമ്മൾ കർത്താവിൻ്റെ ഇഷ്ടം നിവർത്തിക്കാതെ നമ്മൾ ലോകത്തിൻ്റെ ഇഷ്ടം മാത്രം നിവർത്തിച്ചുകൊണ്ടിങ്ങനെ പോവുകയാണ്. അതാണ് അവിടുത്തെ നമ്മളെ ബന്ധപ്പെട്ട ആ ഒരു മെസ്സേജ്. കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കുന്നില്ല. നമ്മുടെ ഭൗതിക കാര്യങ്ങളിൽ, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിൽ, നമ്മുടെ ജോലി കാര്യങ്ങളിൽ, നമ്മുടെ ഇക്കാമയുടെ കാര്യങ്ങളിൽ, ഭവനത്തിൻ്റെ കാര്യങ്ങളിൽ, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ, രോഗാവസ്ഥയിലെല്ലാം നമ്മൾ മുഴുകി നമ്മൾ അങ്ങനെ ഒരു സമയം ചെലവഴിക്കുന്നു. അങ്ങനെ പോയാൽ കർത്താവിൻ്റെ ദൈവസഭയിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എന്നാണ്. അതാണ് കർത്താവ് 26-ാമത്തെ വാക്യത്തിൽ കുറിവാക്യം വായിച്ചത്. എൻ്റെ അത്താഴം എന്ന് പറഞ്ഞാൽ അതാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. കിങ്ഡം ഓഫ് ഗോഡ്, വി കനോട്ട് അക്വയർ ദി കിങ്ഡം ഓഫ് ഗോഡ്. അതാണ് ദൈവമാണ് പറഞ്ഞത്, ആസ്വദിക്കുകയില്ല. 24 രമേശ് ഭായ്, ലൂക്കോസ് 14:24. Luke 14:24. For I say unto you that none of those men which were 14:24 ना? क्योंकि मैं तुमसे कहता हूँ कि उन आमंत्रित लोगों में से कोई मेरे भोज को न चखेगा. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ അത്താഴ വിരുന്നിന് വേണ്ടി ഒരുക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, ദൈവസഭയിൽ ആരാധിക്കുന്നവർ, ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവർ, സാക്ഷ്യം പറയുന്നവരെല്ലാം ഉണ്ട്. പക്ഷേ കർത്താവിൻ്റെ റിയലായിട്ടുള്ള വരവിൽ നമ്മൾ പറയും നമുക്ക് ബിസിയാണ്, ഇന്ന് അത് പോകണം, ഇവിടെ പോകണം, ജോലിയുണ്ട്, ഓവർ ടൈം ഉണ്ട്, മറ്റ് പ്രശ്നങ്ങളുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള ഭൗതിക കാര്യങ്ങളിൽ നമ്മൾ മുഴുകിയിരിക്കുമ്പോൾ ദൈവരാജ്യത്തിൽ പ്രവേശനം സാധിക്കരുത്. അവരൊന്നും ഈ അത്താഴം ദൈവരാജ്യത്തിൻ്റെ ഈ ഒരു ആസ്വാദനം, ദൈവരാജ്യത്തിൻ്റെ ആ ഒരു ആസ്വാദനം ആസ്വദിക്കരുതെന്നാണ് കർത്താവ് വളരെ മഹത്തരമായ സുവിശേഷം, മഹത്തരമായ ആ ഒരു മർമ്മം നമ്മുടെ ഇതുപോലെ അന്വേഷിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. വെളിപ്പാടിൽ ജയിക്കുന്നവന് ഇതിൽ നിന്നെല്ലാം നമുക്കൊരു ജയം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ അത്താഴം ആസ്വദിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ദൈവം പറഞ്ഞത്. പിന്നീടും താഴോട്ട് വരുമ്പോൾ എൻ്റെ അടുക്കൽ വരികയും അടുത്തൊരു മർമ്മം കൂടെ കർത്താവ് പറയുന്നുണ്ട്. റിജക്ഷൻ മീൻസ് ദി ഇൻവിറ്റേഷൻ ഗോസ് ടു അതേഴ്സ്. അടുത്ത ഒരു മർമ്മം കൂടെ കർത്താവ് അവരോട് പറയുന്നുണ്ട്. ലൂക്ക് 14:26 എൻ്റെ ഇങ്ങനെ പുരുഷാരം അവനോട് പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്. അപ്പോൾ യേശുക്രിസ്തു പരീശൻ്റെ വീട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങി പിന്നെ ആൾക്കാരോട് നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ യേശുക്രിസ്തു അവൻ്റെ വചനം കേൾക്കുവാൻ, വായിൽ നിന്നുള്ള മൊഴികൾ കേൾക്കുവാൻ. കാരണം ആ രാജ്യത്തെ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഒരു സാധാരണക്കാരി പരീക്ഷന്മാരും ന്യായശാസ്ത്രിമാരും സാധാരണ ജനങ്ങളോട് ഇടപെടാറില്ല. അവർ അടുത്ത് ചെന്ന് ഇരിക്കുന്നിടത്ത് മാത്രമാണ് ഈ
സിനഗോഗിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കേൾക്കുന്നത്. ഇങ്ങനെ സാധാരണ ജനങ്ങളോട് അവിടെ ഇടപെടുന്നൊരു കാര്യമില്ല. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ടാണ് യേശുക്രിസ്തു, ഇപ്പോൾ യേശുക്രിസ്തു ജനങ്ങളുടെ ഇടയിലാണ്. ഏറിയ വിശാലം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. നമ്മൾ ഈ ശിഷ്യത്വത്തെക്കുറിച്ചാണ് കുറച്ച് നാളുകൊണ്ടേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം കൊണ്ടേ ഞാൻ ഈ ഒരു എപ്പം മെസ്സേജ് പ്രിപ്പയർ ചെയ്യാൻ എടുത്താലും ഈ ശിഷ്യത്വത്തെക്കുറിച്ചുള്ള ആ ഒരു മെസ്സേജാണ്. യേശുക്രിസ്തുവിൻ്റെ ആ ഒരു മെസ്സേജ് അതായത് നിങ്ങൾ ലോകത്തിലൊക്കെയും പോയി സകല മനുഷ്യരെ ശിഷ്യരാക്കുവാൻ. അതിനോടനുബന്ധിച്ചുള്ള ടീച്ചിങ്സ് ആണ് മിക്കവാറും നമ്മൾ കേൾക്കുന്നത്. ശിഷ്യനായിരിക്കുക എന്നുള്ളൊരു ബേസിക് ഒരു കാര്യമാണ്. എങ്കിൽ പോലും ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ സ്നാനപ്പെട്ട് വിശ്വസിക്കാൻ മാത്രം ചെയ്ത ഒരു പ്രയോജനവുമില്ല. ആ വിശ്വാസം എന്നുള്ളത് അതിൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള ഒരു ഇനിഷ്യൽ സ്റ്റെപ്പ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കർത്താവ് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ക്രൈസ്റ്റ് ഈസ് ടെല്ലിംഗ് ടു ദി ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ്, ദി പീപ്പിൾസ് ഈസ് ടീച്ചിങ് ദം those who are rejecting, I mean those who are hate എന്ന മീനിങ് എന്ന് പറയുന്നത് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടെന്നല്ല, നമ്മൾ കർത്താവിന് പ്രാധാന്യം കൊടുക്കണമെന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇംഗ്ലീഷിൽ ഹെയ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. If any man came to me and hate not his father, mother and wife and children and brethren and sisters, yeah, and his own life also, he cannot be my disciple. അപ്പോൾ ദൈവത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ ചിലപ്പം അവരുടെ വാക്കുകളെ നമ്മൾ തിരസ്കരിക്കാനായിട്ട് വരും, കർത്താവിന് പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലാതിരിക്കും, ചിലപ്പോൾ അപകടം പിടിച്ച അവസ്ഥയായിരിക്കും. അവിടെ പോയാൽ നമുക്ക് ചിലപ്പോൾ ആഹാരമോ വസ്ത്രമോ പാർപ്പിടമോ സാഹചര്യങ്ങളോ ഒന്നും കിട്ടാതെ വന്നിരിക്കാം. അപ്പോൾ നോർമലി പേരൻസും നമ്മുടെ സഹോദരി സഹോദരന്മാരൊക്കെ നമ്മളെ വിടുവാൻ വിമുഖത കാണിക്കും. അതുകൊണ്ട് അതെല്ലാം വിട്ടിട്ട് കർത്താവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ പോയെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിലെ പ്രവേശനം ശിഷ്യന്മാരെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ എന്ന്. അതാണ് കർത്താവ് പറഞ്ഞത്. കിങ്ഡം ഓഫ് ഗോഡ് വിൽ കം റിഗാർഡ്ലെസ് ഓഫ് നമ്മുടെ ആ റെസ്പോൺസ്. നമ്മുടെ റെസ്പോൺസിനനുസരിച്ചുള്ള കർത്താവ് പെരുമാറുന്നത്. ദൈവത്തിന് ഇഷ്ടം പ്രവർത്തിക്കണമെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ റെസ്പോൺസ്. അപ്പോൾ നമ്മൾ നോർമലി പറയും, നമ്മൾ അപ്പനോട് ചോദിച്ചിട്ട് വരാം, അമ്മയോട് ചോദിച്ചിട്ട് വരാം, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വരാൻ പറയുന്നവർക്ക് ദൈവരാജ്യത്തിന് അവകാശമല്ല എന്നാണ്. അതുകൊണ്ടാണ് അടുത്ത വാക്യം 14:27, and whosoever does not bear his cross and come after me cannot be my disciple. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അതായത് നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, നമ്മുടെ ദൈനംദിന കാര്യങ്ങളിലൊക്കെ ഉണ്ട് എങ്കിൽ പോലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കർത്താവിൻ്റെ ക്രൂശിനാണ്, കർത്താവിൻ്റെ ആ ഒരു വചനങ്ങൾക്കാണ്. കർത്താവ് നമ്മളെ പഠിപ്പിച്ച കാര്യം ശിഷ്യനായിരിക്കാൻ, മറ്റുള്ളവരെ നേടുവാൻ, എങ്ങനെ സുവിശേഷം അറിയിക്കണം എന്നുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തെങ്കിൽ മാത്രമേ ശിഷ്യനായിരിക്കാൻ കഴിയുള്ളതാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ റെസ്പോൺസ് അനുസരിച്ചല്ല, മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം പറഞ്ഞെങ്കിൽ മാത്രമേ കിങ്ഡം ഓഫ് ഗോഡിൽ നമുക്ക് പ്രവേശനം സാധ്യമാകുള്ളൂ എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇതിനെ തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ, അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം കർത്താവ് ഒരു പ്ലാനുണ്ട്, ദൈവരാജ്യത്തിൻ്റെ ആ പണിക്കൊരു പ്ലാനുണ്ട്. ആ പ്ലാനിങ് പ്രകാരം പോയെങ്കിൽ മാത്രമേ. അതാണ് താഴോട്ട് പറയുന്നത്. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ നമ്മളിപ്പം ചർച്ചയ്ക്ക് വരുന്നു, ദൈവരാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു, നാട്ടിൽ നമ്മൾ ചർച്ചിൽ പോകുന്നു, ആരാധിക്കുന്നു, 1.5 മണിക്കൂർ 2 മണിക്കൂർ ഇരിക്കുന്നു, പോയി ബാക്കി സമയമെല്ലാം നമ്മൾ ലോകത്തിലാണ്. ഇത് നമ്മൾ ആരാധിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്നും ദൈവരാജ്യത്തിന് അവകാശമാക്കി തീരുവാൻ സാധിക്കില്ല. ഇതിപ്പോൾ നമ്മൾ നെയിം സേക്കിന് വേണ്ടി ചർച്ച ഇവിടെ പിന്നെയും സൗദി അറേബ്യയിലും മറ്റുമൊക്കെ നമുക്ക് കുറച്ചുകൂടെ ദൈവത്തോട് അടുത്ത് ജീവിക്കാൻ സാധിക്കും. നാട്ടിലൊന്നും ഇങ്ങോട്ട് അവസരം പോലും ഇല്ല. ഞായറാഴ്ച 2 മണിക്കൂർ മാത്രമാണ് ആപ്പാടെ നമ്മുടെ ആത്മീയം എന്ന് പറയുന്നത്. അതുകൊണ്ടൊന്നും ഒരിക്കലും നമ്മൾ ദൈവരാജ്യത്തിന് അവകാശമാക്കുവാൻ സാധിക്കില്ലെന്നാണ് പറഞ്ഞത്. കർത്താവിൻ്റെ വേല വളരെ സീരിയസ് ആണ്, വളരെ വളരെ ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട ഒരു ജോലിയാണെന്ന് ഇവിടെ കാണുന്നു. അതാണ് ഇവിടെ കാണുന്നത്. വേർഡ്സ് 14:30 കാണുന്നവരല്ല ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. അല്ല, ഒരു രാജാവ് മറ്റു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പേ 20,000 വരുന്നവനോട് 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ലോക കാര്യങ്ങളിൽ നമ്മൾ ഇത്രത്തോളം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നെങ്കിൽ, നമ്മളൊരു കൊച്ചിനെ ചോദിച്ചു, കൊച്ചിനെ നഴ്സിങ്ങിന് വിടുമ്പോൾ എത്ര രൂപയാകും, അത് കൊടുക്കാൻ നമുക്ക് പ്രാപ്തിയുണ്ടോ, 4 വർഷം പഠിക്കണം,
ഒരു വർഷം എത്ര രൂപയാകും, ഇതെല്ലാം നമ്മൾ നേരത്തെ ആലോചിച്ചിട്ടാണ് നമ്മൾ നഴ്സിങ്ങിന് വിടുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും, പട്ടിണി വരും, ചിലപ്പം സാമ്പത്തിക ഞെരുക്കം വരും, ഓവർ ടൈം നഷ്ടപ്പെടും, ചിലപ്പം മറ്റുള്ളവർ എതിർപ്പുകൾ നേരിടും, ആക്ഷേപങ്ങൾ വരും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് വേണം ഈ പ്രവർത്തിക്ക് ഇറങ്ങുവാനായിട്ട്, കിങ്ഡം രാജ്യത്തിൻ്റെ ഈ ജോലിക്ക് വേണ്ടി ഇറങ്ങുവാനായിട്ട് എന്നാണ് കർത്താവ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ തയ്യാറെടുത്ത് വേണം ഈ ഒരു ജോലിക്ക് വേണ്ടി, കർത്താവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ ജോലിക്ക് വേണ്ടി പോകണം എന്നുള്ളതാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. പോരാ എന്ന് വരികിൽ മറ്റൊരു ദൂരത്തിരിക്കുമ്പോൾ തൻ്റെ സ്ഥാനാർത്ഥികളെ അയച്ച് സമാധാനത്തിനെ അപേക്ഷിക്കുന്നു. അപ്പോൾ യുദ്ധം ഉണ്ടാകുമ്പോൾ രണ്ട് രാജാക്കന്മാർ വളരെ ആലോചിച്ചാണ് ഇത് യുദ്ധങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ രാജ്യം പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്തു, സിന്ധൂർ എന്ന ഒരു യുദ്ധം ചെയ്തു. നമ്മുടെ രാജ്യം ആകപ്പാടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യയിൽ ഭയങ്കരമായ മതപീഡനം, മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പൊക്കെയും വളരെ വഷളായിരിക്കുന്നു. ഗവൺമെൻറ് തന്നെ വളരെ പ്രതിസന്ധിയിലായിരിക്കുന്നു. ഇതൊക്കെ ആലോചിച്ച് ചെയ്യാത്തതിൻ്റെ സിന്ധൂരൊക്കെ ആ ഒരു പ്രോഗ്രാമൊക്കെ എടുത്തടി ചെയ്തുകൊണ്ട് ലോകരാജ്യങ്ങൾ അമേരിക്കയ്ക്ക് എതിരാകുകയും നമ്മുടെ രാജ്യത്തിന് വളരെ ഭീഷണിയായി തീരുകയും താരിഫ് പ്രശ്നങ്ങൾ വരികയും, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കാതെ ചെയ്യുന്നതിൻ്റെ രാഷ്ട്രീയക്കാരുടെ ആലോചന പ്രകാരം യുദ്ധം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ രാജ്യത്തിന് പ്രതിസന്ധി ഒന്നെന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് കർത്താവ് പറഞ്ഞത്, നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും പ്രത്യേകിച്ച് കിങ്ഡം ഓഫ് ഗോഡിന് വേണ്ടി, ഇഫ് യു വിൽ വർക്ക് ഫോർ കിങ്ഡം ഓഫ് ഗോഡ്, വി ഹാവ് ടു മേക്ക് എ പ്ലാൻ, വി ഹാവ് ടു തിങ്ക് ബിഫോർ, വി ഹാവ് ടു ഫേസ് ഓൾ ദീസ് തിങ്സ്. കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങളെല്ലാം നമ്മൾ വി ഹാവ് ടു ഫേസ് ഓൾ ദി ഡിഫിക്കൽട്ടീസ്, ഓൾ ദി പ്രോബ്ലംസ്, all the rejections, everything we have to face, so then only we can work for the kingdom of God എന്നാണ് കർത്താവ് പറയുന്നത്. അങ്ങനെ തന്നെ നിങ്ങൾ ആരെങ്കിലും തനിക്കുള്ളതൊക്കെ വിട്ടു പിരിയുന്നില്ല എങ്കിൽ അവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. അപ്പോൾ ശിഷ്യത്വത്തിൻ്റെ പ്രാധാന്യമാണ് ഈ കിങ്ഡം ഓഫ് ഗോഡിൽ ദൈവം കർത്താവ് ഈ ലോകത്തിൻ്റെ സുവിശേഷത്തിൽ പറയുന്ന ഉദാഹരണങ്ങൾ കൂടെ എല്ലാം കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ റെസ്പോൺസ് അനുസരിച്ച് നമുക്ക് കർത്താവ് പ്രവർത്തിക്കത്തില്ല. ദൈവരാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ പ്രമാണം അനുസരിച്ച്, ദൈവത്തിൻ്റെ ആ ഒരു ഇഷ്ടം അനുസരിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടം കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല എൻ്റെ ശിഷ്യനായിരിക്കുന്നത്. ദൈവരാജ്യത്തിന് ഇഷ്ടം ചെയ്യുന്നവനാണ് ശിഷ്യത്വത്തിന് അവകാശികളായിത്തീരുന്നതിനെ കാണുവാനായിട്ട് സാധിക്കും. അതിന് ഏറ്റവും ഉദാഹരണം നമ്മൾ പലപ്പോഴും ഒരുപാട് മെസ്സേജ് കേട്ടിട്ടുണ്ട്, ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നുകൊണ്ട് അതിന് രസം വരുത്തും. നമ്മൾ ഈ ലോക കാര്യങ്ങളിൽ മുഴുകി ജീവിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ആ ഒരു ഉപ്പ്, സുവിശേഷത്തിൻ്റെ ആ മാധുര്യം ഇല്ലെങ്കിൽ ദൈവരാജ്യത്തിന് പ്രയോജനമില്ല. നമ്മൾ സുവിശേഷത്തിന് സാക്ഷികളാകുമ്പോഴാണ് നമ്മുടെ ആ ഉപ്പ് എന്നുള്ള ഉദാഹരണം. ആ സുവിശേഷമാകുന്ന ഉപ്പ് നമ്മുടെ ശരീരത്തിനില്ലെങ്കിൽ, ആ സുവിശേഷത്തിൻ്റെ ആ മാധുര്യം നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നെങ്കിൽ ദൈവരാജ്യത്തിന് നമ്മളെ കൊണ്ട് പ്രയോജനമൊന്നുമില്ല. നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ ഉള്ളൂ, മറ്റു കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പോൾ സുവിശേഷമാകുന്ന ആ ഉപ്പ് നമ്മുടെ ശരീരത്തിൽ മറ്റുള്ളവർക്ക് ആ ഉപ്പ് മറ്റുള്ളവരെ രുചി വരുത്തണം. എന്താണ് കർത്താവിൻ്റെ പ്ലാൻ, ദൈവരാജ്യത്തിൻ്റെ എന്താണ്, ദൈവരാജ്യത്തിൻ്റെ ആ ഒരു മർമ്മം എന്താണ്, ദൈവത്തിൻ്റെ ഹൃദയത്തിലെ പ്ലാൻ എന്നുള്ള ആ ഒരു സുവിശേഷമാകുന്ന ഉപ്പ് നമ്മുടെ ശരീരത്തിലില്ലെങ്കിൽ, നമ്മൾ മറ്റുള്ളവർക്ക് പറയുന്നെങ്കിൽ, ഷെയർ ചെയ്യുന്നില്ല എങ്കിൽ നമ്മളെ കൊണ്ട് സാധാരണ മനുഷ്യരെ പോലെ മാത്രമേ ഉള്ളൂ. അത് കർത്താവ് പറഞ്ഞു, ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നുകൊണ്ട് അതിന് രസം വരുത്താം. പിന്നെ നിരത്തിനും വളത്തിനും കൊള്ളാവുന്നതല്ല, അതിനെ പുറത്ത് കളയും, കേൾക്കാൻ ചെവിയുള്ളതും കേൾക്കട്ടെ. അപ്പോൾ ഇതെല്ലാം കർത്താവ് നമ്മളെ നിരന്തരമായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റീവൈൻഡ് ചെയ്യാം. ഹിപ്പോക്രൈറ്റ്സ്, അതായത് മുൻവിധി കാണിക്കുന്നവർ, പ്രിജഡ്യൂസ് കാണിക്കുന്നവർ വിൽ നോട്ട് എൻ്റർ ഇൻ ദി കിങ്ഡം ഓഫ് ഗോഡ്. ഹിപ്പോക്രൈറ്റ്സ് വിൽ നോട്ട് എൻ്റർ ഇൻ ദി കിങ്ഡം ഓഫ് ഗോഡ്. അതാണ് ഇന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ച ആദ്യത്തെ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഹിപ്പോക്രൈറ്റ്സ് വിൽ നോട്ട് എൻ്റർ ഇൻ ദി കിങ്ഡം ഓഫ് ഗോഡ്. പ്രൗഡ് വിൽ നോട്ട് എൻ്റർ ഇൻ ദി കിങ്ഡം ഓഫ് ഗോഡ്. പ്രൗഡ് പീപ്പിൾ, പ്രൈഡ് പീപ്പിൾ വിൽ നോട്ട് എൻ്റർ. അതായത് ഞാൻ സ്വയമാണെന്നുള്ള സെൽഫ് ആണെന്നുള്ള ആ ഒരു ചിന്താഗതിയുള്ള ഒരു ദൈവരാജ്യത്തിന് പ്രയോജനമുണ്ട്. തന്നെത്താൻ താഴ്ത്തുന്നവൻ, those who are exalted himself will not enter in the. അപ്പോൾ ദൈവരാജ്യത്തിന് നമ്മൾ താഴ്മയുണ്ടെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളൂ. Those who are exalted himself shall be abased, അങ്ങനെ ഒരു തള്ളിക്കളയും. And those who are humble himself shall be exalted. അതാണ് രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചത്. പ്രൗഡ് വിൽ നോട്ട് എൻ്റർ ഇൻ ദി കിങ്ഡം ഓഫ് ഗോഡ്. കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ആ ഒരു പ്രത്യേകതകളാണ്.
എങ്കിൽ മാത്രമേ ശിഷ്യത്വത്തിന് പ്രാപിക്കാൻ പാടുള്ളൂ. മൂന്നാമത് നമ്മൾ പഠിച്ചത് ജനറോസിറ്റി, മറ്റുള്ളവരെ താങ്ങുക, ആശങ്കരെ, ഇത് കഴിവില്ലാത്തവരെ, ദൈവവചനം കേട്ടാൽ മനസ്സിലാകാത്തവരെ, രോഗികളെ, അസുഖമുള്ളവരെ, അതാണ് കരുണയുള്ളവർക്ക് കരുണ ലഭിക്കുന്ന മത്തായിയുടെ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് കൊണ്ടവനെ കരുണയുള്ളവനോട് ഞാൻ കരുണ തോന്നും. ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരെ താങ്ങുമ്പോൾ നമ്മളും ഒരു സമയത്ത് നിന്ന് പാട്ട് കേട്ടതുപോലെ കുഴഞ്ഞ ചേറ്റിലും പാവക്കുടിയിലും കിടന്ന നമ്മളെയും ആർക്കൊക്കെയോ ജനറോസിറ്റി തോന്നി നമ്മുടെ വചനം പറഞ്ഞ് നമ്മുടെ ദൈവരാജ്യത്തിൻ്റെ നമ്മുടെ വിശ്വാസികളായി തീരുവാൻ ദൈവം ഇടയാക്കി. ജനറോസിറ്റി ഈസ് വൺ ഓഫ് ദി വെർച്യൂ ഓഫ് കിങ്ഡം ഓഫ് ഗോഡ്. മറ്റുള്ളവരെ കരുതുക, നമ്മൾ മനസ്സരിവുള്ളവരായിരിക്കുക, മഹാമനസ്കതയുള്ളവർ. അതാണ് കിങ്ഡം ഓഫ് ഗോഡിൻ്റെ അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്. എവരിവൺ ഈസ് ഇൻവൈറ്റഡ്. എല്ലാവരും, മറ്റുള്ളവർ എല്ലാവരെയും ദൈവം ഈ കിങ്ഡം ഓഫ് ഗോഡിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ ആ ഒരു പ്രൈഡ് മൂലം, നമ്മുടെ ആ ഹിപ്പോക്രസി മൂലം നമുക്ക് അവിടെ പോകാൻ പറ്റാതാകുന്ന അവസ്ഥയിലാണ് കാണുന്നത്. അതായത് എല്ലാവരെയും ദൈവം കിങ്ഡം ഓഫ് ഗോഡിനെ ക്ഷണിച്ചിരിക്കുകയാണ്. പക്ഷേ അവിടെ പോകണോ പോകണ്ടായെന്ന് നമ്മൾ തന്നെ യോഗ്യതയുള്ളവരാക്കി തീരുവാൻ നമ്മൾ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ ശിഷ്യത്വത്തിന് നമ്മൾ അവകാശികളായി തീരുകയുള്ളൂ. അടുത്തൊരു പോയിന്റ് നമ്മൾ പഠിച്ചത്, റിജക്ഷൻ മീൻസ് ഇൻവിറ്റേഷൻ ഗോസ് ടു അതേഴ്സ്. അപ്പോൾ നമ്മൾ പോയില്ലെങ്കിൽ കർത്താവിൻ്റെ ദൈവസഭയുടെ പണി മറ്റുള്ളവരെ കൊണ്ട് ചെയ്യും. അപ്പോൾ ആ ഒരു അവസരം, നമ്മുടെ അവസരം, we should not lose our opportunities to enter in the kingdom of God. So we have to follow the rules and regulations of kingdom of God. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ റിജക്റ്റഡ് ആയി പോകുവാൻ ഇടവരരുത്. വി ഹാവ് ടു ബി ഇൻവൈറ്റഡ്. നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നവരുടെ കൂടെ ഏൽപ്പാൻ നമ്മളെ സാധിക്കണം. കിങ്ഡം ഓഫ് ഗോഡ് വിൽ കം റിഗാർഡ്ലെസ് ഓഫ് യുവർ റെസ്പോൺസ്. നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ദൈവരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അപ്പനെയോ അമ്മയോ സഹോദരി സഹോദരന്മാരെയോ ഇവരെയൊക്കെ ചിലപ്പോൾ ത്യജിക്കേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ സുവിശേഷമാണെന്ന് ഉപ്പുള്ള ആൾക്കാരായി മാറുവാൻ നമുക്ക് സാധിക്കുമെന്ന് കാണുവാനായിട്ട് സാധിക്കും. ലൂക്ക് 13:24 ഒരു വാക്യമുണ്ട്. ഇടുക്കുവാതിലൂടെ കടക്കാൻ പോരാടുവിൻ, പലരും കടക്കാൻ നോക്കും, കഴിയുകയില്ലതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇത് വളരെ 14:24 രമേശ് ഭായ് പഠി. 13:24 सबके द्वार से प्रवेश करने की यत्न करो, क्योंकि मैं तुमसे कहता हूँ कि बहुत से प्रवेश करना चाहेंगे और न कर सकेंगे. അപ്പോൾ ഈ ലോകത്തിലുള്ള ഒരു സിസ്റ്റം അല്ല ഈ വാതിൽ എന്ന് പറയുന്നത്. ഈ വാതിലൂടെ കടക്കണമെങ്കിൽ നമ്മൾ വളരെ ക്ഷമയും വളരെ ദൈവവചന ജ്ഞാനവും ദൈവകൃപയും പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇടുക്കുവാതിലൂടെ കടക്കുവാനായിട്ട് സാധിക്കുള്ളൂ. വിശാലമായൊരു വഴിയല്ല ഈ ദൈവരാജ്യത്തിൻ്റെ പ്രവേശനം. ദൈവരാജ്യത്തിൻ്റെ പ്രവേശനം എന്ന് പറയുന്നത് ഇത് വലിയൊരു പോരാട്ടമാണ്, ഒരു ആത്മീയ യുദ്ധമാണ്. ഈ ആത്മീയ യുദ്ധത്തിലൂടെ നമ്മൾ പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ദൈവരാജ്യത്തിൽ പ്രവേശനം മാറുവാനായിട്ട് സാധിക്കും. അതിനെന്താണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഇന്ന് കേട്ട മെസ്സേജ്, നമ്മുടെ പ്രയോറിറ്റി മാറണം. നമ്മുടെ പ്രയോറിറ്റി, വി ഹാവ് ടു ചൂസ് അവർ പ്രയോറിറ്റി ടു എൻ്റർ ഇൻ ദി കിങ്ഡം ഓഫ് ഗോഡ്. നമ്മൾ ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്താൽ, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ലോക കാര്യങ്ങളിൽ മുഴുകി നിന്നാൽ, നമ്മുടെ പ്രയോറിറ്റി ലോക കാര്യങ്ങളിലൂടെ ആണെങ്കിൽ വി കനോട്ട് എൻ്റർ ഇൻ ടു ദി കിങ്ഡം ഓഫ് ഗോഡ്. നമ്മുടെ പ്രയോറിറ്റി മാറുമ്പോൾ നമ്മുടെ ആക്ഷൻ മാറും. നമ്മുടെ ആക്ഷൻ മാറുവാണ്ട് ദൈവം നമ്മളെ സഹായിക്കും. ദൈവത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ ദൈവം തക്ക സമയത്ത് നമ്മളെ നടത്തുവാനായിട്ട് ഇടയാകാം. നമ്മൾ രൂപംബ്രതനെ കുറിച്ച് അറിയാം. 12 മണിക്കൂർ ആ പൊടിയിലും ചൂടിലും നിൽക്കുന്ന മനുഷ്യനാണ് രാത്രിയിൽ. ആ 12 മണിക്കൂർ നിന്നിട്ട് രാവിലെ ഒരു മണിക്കൂർ പോലും ഉറങ്ങാതെ മുളകും വറുത്ത് പഴവും വാങ്ങിച്ച് നമ്മുടെ ഇടയിൽ വരുന്നു. അതാണ് ആ പ്രയോറിറ്റിയാണ് അവിടെ കാണുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പറയാൻ പറ്റും വളരെ ക്ഷീണമുള്ള ജോലിയാണ്, ആഴ്ചയിൽ 8 ദിവസവും ജോലിയുണ്ട്, ഒരു ദിവസം പോലും ശരിയായിട്ട് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ രാത്രി ജോലി എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ശരീരത്തിന് ഹോർമോൺസിൻ്റെ പ്രശ്നങ്ങൾ, പലവിധ രോഗങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം മറികടന്നാണ് ഈ ദാസൻ ഈ രൂപയുടെ ഇവിടെ വന്ന് ഇത്രയും ഉച്ചത്തിൽ ആരാധിക്കുമ്പോൾ നമുക്ക് അതിന് പ്രചോദനമാണ്. അപ്പോൾ ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ദി പ്രയോറിറ്റി. ഹി ഈസ് ഗിവിംഗ് പ്രയോറിറ്റി ടു വർഷിപ്പ് ഗോഡ്. ആഴ്ച ഒരു ദിവസമേ കിട്ടുന്നുള്ളൂ. അതിന് പുള്ളി ഓവർ ടൈം ഉണ്ടായാൽ പോലും എങ്ങനെയെങ്കിലും ചോദിച്ച് പറഞ്ഞ് നമ്മുടെ ഇടയിൽ വന്ന് നമ്മളോട് സഹകരിക്കുകയും
നമ്മുടെ വിരുന്നിന് പങ്കെടുക്കുകയും എല്ലാ കാര്യങ്ങളിലും പുള്ളി ആക്റ്റീവായിട്ട് നിൽക്കുകയും ഒന്നും മിസ്സിങ് ആവാതെ വരികയും ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് ആക്ഷൻസ്. ആ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ഈ യുദ്ധത്തിന് പോകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് ഈ യുദ്ധത്തിന് പോകാൻ വേണ്ടി നമ്മുടെ ആക്ഷനെ നമ്മുടെ പ്രയോറിറ്റി മാറ്റിയെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ദൈവരാജ്യത്തിൻ്റെ പ്രവേശനം കിട്ടുകയുള്ളൂ, ഭൂമിയിൽ അപ്പൻ്റെ അവകാശം കിട്ടുന്നതിന്. അപ്പോൾ അതാണ് റെവലേഷൻ 21:7 നമ്മൾ ആദ്യമേ വായിച്ചല്ലോ. ജയിക്കുന്ന ഈ ജയമാണ് നമുക്ക് ഇമ്പോർട്ടൻസ്. ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം, ഉൽപ്പത്തിയിൽ പറഞ്ഞ ജീവവൃക്ഷത്തിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കണമെങ്കിൽ ഈ റെവലേഷനുള്ള ജയിക്കുന്നവന്, ഇതെല്ലാം ദൈവരാജ്യത്തിൽ പ്രവേശനം ലഭിക്കുവാൻ വേണ്ടി ഈ ഒരു ജയം നമ്മൾ പ്രാപിക്കണം. നമ്മൾ സാധാ വിശ്വാസികളായിട്ടിരുന്നാൽ ഒന്നും സാധിക്കത്തില്ല. കർത്താവിന് ഒരു പ്രയോജനമുള്ള വിശ്വാസികളാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ഈ റെവലേഷൻ 21 റെവലേഷനിലാണ് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് 2nd ചാപ്റ്റർ വായിക്കുമ്പോൾ നമുക്ക് ജയിക്കുന്നവന് ജീവവൃക്ഷത്തിൻ്റെ ഫലം കൊടുക്കും, ജയിക്കുന്നവന് എല്ലാം അങ്ങനെയാണ്. റെവലേഷൻ 21:7 ജയിക്കുന്നവന് അവകാശം ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അതാണ് ഈ റെവലേഷൻ്റെ പ്രത്യേകതയാണ്. റെവലേഷനാണ് കർത്താവ് ജയിക്കുന്നതിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വിശ്വാസികളായിരുന്നാൽ മാത്രം പോരാ, നമ്മൾ ശിഷ്യന്മാരായിരുന്നാൽ മാത്രം പോരാ. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി മാറണം, നമ്മുടെ ആക്ഷൻ മാറണം. എങ്കിൽ മാത്രമേ ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഈ 21:7 നമുക്ക് വായിച്ചു, ജയിക്കുന്നവന് രമേഷ് ഭായ് റെവലേഷൻ 21:7 जो जय पाए मैं इन वस्तुओं का वारिस होगा और मैं उसका परमेश्वर होऊंगा और वह मेरा पुत्र होगा. എങ്കിൽ മാത്രമേ നമ്മൾ ഈ രാജാവിൻ്റെ അടിയിൽ നമ്മൾ പുത്രന്മാരായിരിക്കാൻ, ഈ രാജാവ് ഭരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് ദൈവരാജ്യത്തിൽ കടക്കുവാൻ ഈ ജയം നമ്മുടെ ഏറ്റവും അനിവാര്യമാണ്. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റി നമ്മൾ ദിനംപ്രതി ദൈവവചനത്തിൽ വളരണം. ഭൂമിയിലുള്ള ഈ കാര്യങ്ങളൊക്കെയും നമ്മളെ പലപ്പോഴും ഞെരുക്കിക്കളയുകയും സമയമില്ലാതാക്കുകയും പ്രയോറിറ്റൈസ് ചെയ്യാൻ സാധിക്കാതെയൊക്കെ, ഇതെല്ലാം നമ്മൾ വേണം. തന്നെ ക്രൂശ് എടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കണം. എങ്കിലും പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മുടെ ജീവിതം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ അത്താഴ വിരുന്നിന്, ഈ ദൈവരാജ്യമാകുന്ന ഈ അത്താഴത്തിന് നമുക്ക് പങ്കെടുക്കുവാൻ സാധിക്കുള്ളൂ എന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയോജനമായി തീരട്ടെ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും നമ്മൾ വീട്ടിൽ ചെന്ന് ധ്യാനിച്ച് ഒന്നും കൂടെ നമ്മുടെ ജീവിതം ഒന്നുകൂടെ പ്രയോറിറ്റൈസ് ചെയ്യണം. നമ്മൾ ജയിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജയകരമായി ക്രിസ്തീയ ജീവിതം നയിച്ചു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു പാട്ടുകൂടെ പാടാം. ഒന്നാമത്തെ പാട്ട്. കുഞ്ഞാട്ടിൻ തീരൂരേ